നവംബർ മാസത്തെ രണ്ടാമത്തെ CBE പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. രണ്ടാമത്തെ CBE പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 26/11/2025 ബുധനാഴ്ചയാണ്. ദേശീയ ക്ഷീരദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBE പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് CBE പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. CBE പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഇവൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBE എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തെ ഒന്നാമത്തെ CBE പരിപാടിയുടെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഈ മാസത്തെ ഒന്നാമത്തെ CBE പരിപാടിയുടെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു CBE പരിപാടിയുടെ തീമും തീയതിയും നമുക്ക് ഇവിടെ ആയിട്ട് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. ഇനി അഥവാ ആ ഒരു CBE പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു തീമോ തീയതിയോ ഇതേ രീതിയിൽ കാണാൻ സാധിക്കില്ല. പകരം നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന് ഇതേ രീതിയിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ CBE രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ CBE രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ CBE രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഇനി അഥവാ ഒന്നാമത്തെ CBE രേഖപ്പെടുത്താതെ രണ്ടാമത്തെ CBE രേഖപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾ ഒന്നാമത്തെ CBE രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ CBEയുടെ തീയതി സെലക്ട് ചെയ്യുവാൻ സാധിക്കില്ല. കൂടാതെ നമുക്ക് ഒരു ദിവസം ഒരു CBE മാത്രമേ രേഖപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമത്തെ CBE രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഒന്നാമത്തെ CBEയുടെ തീയതിയും തീമും ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം രണ്ടാമത്തെ CBE രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ CBE രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ CBEയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സെലക്ട് തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയും തീമും കാണാൻ സാധിക്കും. ഇത് രണ്ടും കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. CBEയുടെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാമത്തെ CBE പരിപാടിയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ CBE പരിപാടിയുടെ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ CBE പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് അന്നേ ദിവസം മാത്രം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ CBE രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ദിവസം മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കുകയില്ല. കൂടാതെ നമുക്കത് എഡിറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. അപ്പോൾ രണ്ടാമത്തെ CBE പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷീരദിനം നവംബർ 26 ഇന്ത്യയിലുടനീളം ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഈ സുപ്രധാന ദിനമായി നാം കൊണ്ടാടുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിലും ജനങ്ങളുടെ ആരോഗ്യത്തിലും ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ ദിനാചരണം പാലിന്റെ പ്രാധാന്യം, ക്ഷീരമേഖലയുടെ വളർച്ച, ഡോക്ടർ വർഗീസ് കുര്യന്റെ സംഭാവനകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്നു. ഇന്ത്യൻ ക്ഷീരമേഖലയുടെ വികസനത്തിനായി ഡോക്ടർ വർഗീസ് കുര്യൻ നൽകിയ അമൂല്യ സംഭാവനകൾക്കുള്ള ആദരസൂചകമായി 2014 മുതലാണ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ഈ ദിനം ദേശീയ ക്ഷീരദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റിയത്. കർഷകരെ ശാക്തീകരിക്കുന്നതിനും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകുന്നതിനും ഈ പ്രസ്ഥാനം നിർണായക പങ്ക് വഹിച്ചു. പോഷകങ്ങളുടെ കലവറയാണ് പാൽ. കാൽസ്യം, വിറ്റാമിനുകൾ, പ്രോട്ടീൻ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയ പാൽ എല്ലാ പ്രായക്കാർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. ദിവസേനയുള്ള ഭക്ഷണത്തിൽ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ക്ഷീരകർഷകരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാനുമുള്ള അവസരം കൂടിയാണ് ദേശീയ ക്ഷീരദിനം. ഒരു മലയാളി ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ ആനന്ദിലെ കർഷകരുടെ കൂട്ടായ്മയിൽ നിന്ന് ലോകപ്രശസ്തമായ അമുൽ എന്ന ബ്രാൻഡിന് രൂപം നൽകി. കർഷക സഹകരണ സംഘങ്ങൾ വഴി പാൽ സംഭരിക്കുകയും സംസ്കരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിക്ക് അദ്ദേഹം തുടക്കമിട്ടു. ഈ മാതൃക ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു.
കർഷകരെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പാലിന്റെ പോഷകമൂല്യം. പ്രകൃതിയുടെ സമഗ്രമായ വരദാനങ്ങളിൽ ഒന്നാണ് പാൽ. പ്രായഭേദമന്യേ എല്ലാവർക്കും ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണാഹാരമായി പാലിനെ കണക്കാക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ ഭക്ഷണക്രമത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് പാൽ. പാലിന്റെ പ്രധാന പോഷക ഘടകങ്ങൾ. പ്രോട്ടീൻ. പാൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനിന്റെ ഉറവിടമാണ്. പേശികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും കോശങ്ങളുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ്. പാലിലെ പ്രോട്ടീനുകളിൽ പ്രധാനമായും കേസിൻ, വേ പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവ രണ്ടും ശരീരത്തിന് ആവശ്യമായ 9 അമിനോ ആസിഡുകളും നൽകുന്നു. കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും നിർണായകമായ ധാതുവാണ് കാൽസ്യം. പാൽ കാൽസ്യത്തിന്റെ മികച്ച ഉറവിടമാണ്. ഇത് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസ്ഥിരോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. ജീവകങ്ങൾ. പശുവിൻ പാലിൽ വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ B12, റൈബോഫ്ലേവിൻ തുടങ്ങിയ ജീവകങ്ങൾ അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ ഡി കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. വിറ്റാമിൻ എ കാഴ്ചശക്തിക്കും പ്രതിരോധശേഷിക്കും ഗുണകരമാണ്. വിറ്റാമിൻ B12 നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. ധാതുക്കൾ. കാൽസ്യം കൂടാതെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ധാതുക്കൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു. കൊഴുപ്പ്. പാലിലെ കൊഴുപ്പ് ഊർജത്തിന്റെ നല്ല ഉറവിടമാണ്. ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ഇ, ഡി, ഇ, കെ ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. എങ്കിലും കൊഴുപ്പിന്റെ അളവ് വിവിധതരം പാലുകളിൽ വ്യത്യാസപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റ്. പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ്. ഇത് ശരീരത്തിന് ഊർജം നൽകുന്നു. ലാക്ടോസ് ദഹിപ്പിക്കാൻ കഴിയാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. ആരോഗ്യപരമായ ഗുണങ്ങൾ. എല്ലുകളുടെ ആരോഗ്യം. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ സാന്നിധ്യം കാരണം എല്ലുകളുടെ ബലത്തിന് പാലുത്തമമാണ്. പേശി വളർച്ച. പ്രോട്ടീൻ പേശികളുടെ വളർച്ചയെയും അറ്റകുറ്റപ്പണികളെയും സഹായിക്കുന്നു. ശരീരത്തിലെ ജലാംശം. പാൽ ഒരു നല്ല പാനീയമായതിനാൽ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യം. കൊഴുപ്പ് നീക്കം ചെയ്തതോ കുറഞ്ഞതോ ആയ പാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. പാലിനെ ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ശരീരത്തിന് ആവശ്യമായ മിക്ക പോഷകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. എങ്കിലും വ്യക്തിയുടെ പ്രായം, ആരോഗ്യസ്ഥിതി, പാലിലെ കൊഴുപ്പിന്റെ അളവ് എന്നിവയനുസരിച്ച് പാലിന്റെ ഉപയോഗം വ്യത്യാസപ്പെടാം. വിവിധതരം പാലിന്റെ പോഷകമൂല്യം അതിലടങ്ങിയ കൊഴുപ്പ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ജീവകങ്ങൾ എന്നിവയുടെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന ചില പാലിനങ്ങളുടെ പോഷകമൂല്യം എന്നിവ പട്ടികയിൽ നൽകുന്നു. പട്ടിക വിശദമായി പരിശോധിച്ച് വിലയിരുത്തുക. ദേശീയ ക്ഷീരദിനം ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണയെ പുതുക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയിൽ ക്ഷീരമേഖല വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. പാലിന്റെ പോഷകഗുണങ്ങളെക്കുറിച്ചും ഈ മേഖലയിലെ കർഷകരുടെ പ്രയത്നങ്ങളെക്കുറിച്ചും കൂടുതൽ അവബോധം വളർത്താൻ ഈ ദിനാചരണം സഹായിക്കട്ടെ. ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ക്ഷീരമേഖല. ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്.